ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബീഡ്സ് വെച്ചിട്ടൊരു മാലയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഷൈനിങ്ങുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പം ഇതിൻ്റെ ഷൈനിങ് മനസ്സിലായിട്ടാണ് ഞാൻ എടുത്തത്. റോസ് ഗോൾഡ് കളറാണ്. പല കളേഴ്സിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു പാക്കറ്റിന് 30 റുപ്പീസാണ്. ഒരു പാക്കറ്റിൽ 92 ബീഡ്സ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഹൂക്കാണ്. ഇത് ഗോൾഡനിലും സിൽവർ കളറിലും കിട്ടും. ഇതിന് ഒന്നിന് 4 രൂപയാണ്. ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ മെഷീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ബീഡ്സിനോട് മാച്ച് ആയിട്ടുള്ള ത്രെഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് അത് 4 സ്റ്റാൻഡ്സിൽ എടുത്തിട്ട് അറ്റത്ത് കെട്ടിട്ട് കൊടുത്തു. ഹൂക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള സൈഡിലൂടെയാണ് സൂചി കോർത്തിട്ടുള്ളത്. ഇനി ബീഡ്സ് ഓരോന്നായിട്ട് കോർത്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, നമുക്ക് മാക്സിമം ഒരു 50 റുപ്പീസ് കൊടുത്താൽ ഒരു മാല വാങ്ങിക്കാൻ പറ്റില്ലേ, പിന്നെ എന്തിനാണ് ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെയല്ലേ. എല്ലാ ബീഡ്സും കോർത്തതിന് ശേഷം ഇനി ഹൂക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇട്ട ഹൂക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഹൂക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തും കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടൊരു മാല ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ലെങ്ത്തിലാണുള്ളത്. വലിയവർക്ക് വേണമെങ്കിൽ 2 പാക്കറ്റ് ബീഡ്സ് ഉപയോഗിക്കേണ്ടി വരും.